ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് നേടിയ ശോഭന ഇന്ന് ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ നല്ല നർത്തകിമാരിലൊരാൾ, നൃത്തരംഗത്ത് പരീക്ഷണം നടത്തുന്ന മാന്യ വനിത. പ്രത്യേകിച്ച് രാഷ്ട്രീയങ്ങളില്ല, പ്രത്യേകിച്ച് ജാതി മത ചിന്തകളില്ല. ഊണിലും ഉറക്കത്തിലും അവരുടെ ജാതിയും മതവും രാഷ്ട്രീയവുമെല്ലാം നൃത്തവും അഭിനയവും മാത്രമാണെന്ന് അറിയിക്കണം. അങ്ങനെയുള്ള ശോഭനയെയാണ് ഇപ്പോൾ 2-3 വിഭാഗക്കാർ, അതായത് കെട്ടി വലിക്കുന്നവരെ, നമ്മൾ കയറുവരി മത്സരം, വടംവരി മത്സരം കണ്ടിട്ടുണ്ടല്ലോ. അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു, ഇവിടെ ജയിക്കുന്നു, അവിടെ ജയിക്കുന്നു. അതേപോലെ ശോഭന ഒരഭിപ്രായം പറഞ്ഞു വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് അഭിപ്രായം പറഞ്ഞത്. അഭിപ്രായം പറയുന്നത് മോശമാണോ? അഭിപ്രായം പറയരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനുള്ള അവകാശവും അധികാരവും തന്നത് ആർക്കാണെന്ന് ആലോചിക്കണം. ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക്, വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർക്ക്, വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് വിമർശിക്കാനും അനുകൂലിക്കാനും നല്ലത് പറയാനുള്ള അവകാശമില്ലേ? അതിനെ എതിർക്കാൻ ആർക്കാണിവിടെ തീട്ടൂരം കൊടുത്തിട്ടുള്ളതെന്നാണ് ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശോഭനയ്ക്ക് ഇതൊരു വിഷയമല്ല. ശോഭനയ്ക്കൊരു രാഷ്ട്രീയവുമില്ല. ശോഭനയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ, അതായത് ചെന്നൈയിൽ താമസിക്കുന്ന വർഷങ്ങളായി, അതായത് ഒരുപക്ഷെ ശോഭന ജനിച്ചു വീണത് ചെന്നൈയിലാണെന്ന് ആലോചിക്കണം. അവിടെ ജനിച്ചു വളർന്ന ശോഭനയ്ക്ക് അവരുടെ അച്ഛൻ്റെ സഹോദരിമാർ മഹാറാണിമാരായിരുന്നു. അഭിനയ രംഗത്ത് നൽകണം, പൽപ്പിനി രാഗിണിമാരൊക്കെ റാണിമാരായിരുന്നു. എന്നിട്ടും അവർ രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടില്ല. ഇവിടെ DMK-യിലെയും ADMK-യിലേക്കും രാഷ്ട്രീയത്തിൽ ചെല്ലാൻ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. മദ്രാസിൽ എനിക്കറിയാവുന്നവരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് അവിടെ BJP-യുടെ നേതാവാണ്. അവർ ഒരിക്കൽ ശോഭനയെ സമീപിച്ചതായി എനിക്കറിയാം. അവർ പറഞ്ഞു, എൻ്റെ രാഷ്ട്രീയം നൃത്തമാണ്, എൻ്റെ ജാതി മതം എല്ലാം എൻ്റെ കലയാണ്, ഞാൻ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞാണ് പോയിട്ടുള്ളത്. അവർ വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. അങ്ങനെയുള്ള ശോഭന ഇവിടെ ക്രൂശിക്കപ്പെടുന്നു. കാരണം അവർ BJP-യാണെന്ന് പറയുന്നു, അല്ല അവർ ഇടതുപക്ഷക്കാരിയാണെന്ന് പറഞ്ഞു, കോൺഗ്രസ്സുകാരിയാണെന്ന് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണത്. പറഞ്ഞിട്ട് ഇതൊന്നും ശോഭനയുടെ വിഷയമല്ല. ഈ പറയുന്നത് എന്താണെന്ന് അവർ ശ്രദ്ധിക്കാറില്ല. അവർ മലയാളം ശരിക്കും വായിക്കാമെന്നായിട്ട് വായിക്കാനൊന്നും അറിയില്ല. അവർക്ക് തമിഴ് അറിയാം, ഇംഗ്ലീഷൊക്കെ അറിയാം. കാരണം മലയാളം വായിക്കാൻ അത് അറിയില്ല എന്ന് പറയാൻ കാരണം, ഞാനൊരു മാധ്യമ പ്രവർത്തനമായിരുന്ന അവസരത്തിൽ അവരെക്കുറിച്ച് റിപ്പോർട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വായിച്ച് കൊടുത്തിരുന്നത്, ഇത് പത്രം കൊണ്ട് കൊടുത്തിട്ട് ഇത് വായിച്ച് കേൾപ്പിച്ചതെന്ന് എനിക്കറിയാം. അപ്പോൾ മലയാളത്തിൽ എഴുതി വെച്ചത് അവരൊന്നും വായിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ നടക്കുന്നെന്താ? ഇപ്പോൾ നടക്കുന്നത് PR വർക്കുകളാണെന്ന് ആലോചിക്കണം. അതിൽ എത്രമാത്രം നമ്മളൊക്കെ പറയുന്നില്ലേ, സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നുണ്ട്. സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുമാതിരി ഈ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ശിക്ഷിക്കാൻ ആളില്ലേ? ഇതിന് വേണ്ടി ഒരു വർഗത്തെ വ്യത്യസ്ത രാഷ്ട്രീയ ജാതി മതക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുക. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ സാധനം ഓൺ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. 10,000-കണക്കിന് ലക്ഷം പേരും ക്രൂശിക്കുകയാണെന്ന് ആലോചിക്കണം. എന്തിന്? നമുക്ക് ഇഷ്ടമില്ലാത്ത, ഞാനൊരു പക്ഷേ എനിക്ക് എൻ്റെ രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം, ഞാനൊരിക്കലും BJP ചിന്താഗതിക്കാരനോ BJP-കാരനോ അല്ല എന്ന് വിചാരിച്ച് ഒരു ക്യാമ്പിലേക്ക് എന്നെ അവർ പ്രസംഗിക്കാൻ ക്ഷണിച്ചാൽ ഞാൻ എന്തിനു പോകാതിരിക്കണം? ബുദ്ധിയുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ? നമ്മൾ പോയാൽ നമ്മൾ അവരുടെ അഭിപ്രായമല്ല പറയുന്നത്, നമ്മുടെ അഭിപ്രായമാണ് പറയുന്നതായിരിക്കണം. അങ്ങനെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ നമ്മൾ പോകാനും പാടുള്ളൂ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അവരെയും അടിമകളാക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഗണ്ണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ തെളിവ് തരുന്ന 1-2 പേര് മാറട്ടെ. 2 പേര് മാറുമ്പോൾ 100 പേരിൽ നിന്ന് 2 പേര് മാറിയാൽ 98 പറയുള്ളൂ. കുറവാണെന്ന് ആലോചിക്കണം. അങ്ങനെ പോയാൽ എന്താ? ആദ്യകാലത്ത് എനിക്കറിയാം പല സാഹിത്യകാരന്മാർ, ചിന്തകരൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ട് അവരുടെ ആശയങ്ങളെ അടിച്ചേൽപ്പിച്ചിരുന്നു ആലോചിക്കണം.
അങ്ങനെ ആശയങ്ങളെ അടിച്ചേൽപ്പിച്ചത് കൊണ്ട് തന്നെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. എന്തിനാ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നു? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ആ നാടകത്തിൻ്റെ പ്രസക്തി ഇന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സത്യം പറഞ്ഞാൽ ആ നാടകത്തിൻ്റെ പ്രസക്തി എന്നേ നഷ്ടപ്പെട്ടു. എന്നിട്ടും ആ നാടകം കളിക്കാനും കാണാനും ആളുകളുണ്ടെന്ന് ആലോചിക്കണം. ആ നാടകം ഉണ്ടായിരുന്നെങ്കിലോ ആ നാടകത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ആലോചിക്കണം അല്ലേ? വലിയ നാടകത്തിൻ്റെ വിപ്ലവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ആ കോൺഗ്രസ്സുകാരനെ മൂപ്പിന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ചെങ്കൊടി ഏറ്റുവാങ്ങുന്ന നിമിഷമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അതൊരു മാറ്റമല്ലേ? ആ മാറ്റമല്ലേ ഉണ്ടായിട്ടുള്ളത്? അതല്ലാതെ ആ കൊടി വലിച്ചെറിയല്ലോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ കൊടി ഏറ്റുവാങ്ങാനുള്ള മാനസികാവസ്ഥ, അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ശോഭന ബി ജെ പിക്കാരെ കുറിച്ചല്ല, പ്രധാനമന്ത്രിയെക്കുറിച്ച് നല്ല വാക്ക് പറയുമ്പോൾ അവർ ബി ജെ പിക്കാരെയാണ്, ആർ എസ് എസ്സുകാരെയാണ്, സംഘപരിവാറാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തിക്കൊണ്ട് അവരാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെയാണ് ഇത്തരം ക്യാമ്പുകളിലേക്ക് അറിയാതെ അവരെയൊക്കെ ഉന്തി തള്ളിവിടുന്നത്. അങ്ങനെ ഉന്തി തള്ളിവിട്ടാൽ പിന്നെന്താ? ഏതായാലും ഇങ്ങനെയൊക്കെയായി. അപ്പോൾ പിന്നെ അങ്ങനെ ആകട്ടെ. അങ്ങനെ ഈ രാജ്യത്ത് പലരെയും, അതായത് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഉന്തി തള്ളിവിടുന്ന എത്രയോ പേരങ്ങനെ പോയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതല്ല വേണ്ടത്. അത് ഈ കാലത്ത് ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് ജാതി മതങ്ങളായിക്കോട്ടെ, ലീഡർഷിപ്പിൽ നിൽക്കുന്നവർക്ക് വായിക്കാനുള്ള വിവരമുണ്ടായിരിക്കണം, ചിന്തിക്കാനുള്ള വിവരമുണ്ടായിരിക്കണം എന്ന് ആലോചിക്കണം. ആദ്യകാലത്ത് നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത് നോക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരായ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ, അത്രയും ഭാവിയെക്കുറിച്ച് അറിയാവുന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. അവരെഴുതുന്നത്, അവർ പറയുന്നത്, അതായത് ഒരു വിഷയം ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർ നാളെ പത്രത്തിലോ വാരികളിലോ അവരത് പ്രത്യേകിച്ച് എഴുതും. അത് അവരുടെ അഭിപ്രായം മാത്രമല്ല, ആ പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായം കൂടിയാണ്. ആ അഭിപ്രായങ്ങളായിരിക്കും മറ്റുള്ളവർ പറയേണ്ടത്. അങ്ങനെ പറയാനൊരു കാലഘട്ടവും തലമുറയും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തുണ്ട്? ഇപ്പോൾ പുസ്തകം വായിക്കുന്ന എത്ര പേരുണ്ട് പ്രസ്ഥാനങ്ങളിൽ? ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? അച്ചടിച്ച് വെച്ച തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ ഒരു ദിവസത്തിൻ്റെയും തീരുമാനങ്ങളല്ല. കാലാകാലങ്ങളിൽ മാറി വരുന്ന പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ ഒരു കൂട്ടം പേരിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ചിലപ്പോൾ വിഡ്ഢിത്തൽ മണ്ടൻ തീരുമാനങ്ങളായിരിക്കും. ആ മണ്ടൻ തീരുമാനങ്ങൾ എല്ലാവരും അംഗീകരിക്കണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല. അവിടെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും, സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുന്നവരായിരിക്കും. എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനവിടെ നിൽക്കണം? ഇതൊക്കെ വലിയ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെ ശോഭനയെ സംബന്ധിച്ച് ഒന്നും ഒരു പ്രശ്നമല്ല. ശോഭനയ്ക്ക് രാഷ്ട്രീയമില്ല, ശോഭനയ്ക്ക് മതമില്ല. അവർ വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചത് നൃത്തത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കണം. ഇപ്പോഴും നൃത്തത്തിൽ അവർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശോഭനയെ പോലുള്ളവരെ നമ്മൾ വെറുതെ വിട്. അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയട്ടെ. നമ്മൾ ബോധപൂർവം ഇപ്പം സംഭവിക്കാൻ പോകുന്നതാ, നാളെ ശോഭന ബി ജെ പിക്കാരി ആയി എന്നുള്ള വാർത്ത വന്നാൽ അതിനുത്തരവാദി ശോഭനയല്ല, ഈ മറുഭാഗത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളോ അതുമാതിരി ബി ജെ പി വിരുദ്ധ പ്രസ്ഥാനങ്ങളോ ആയിരിക്കും എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല.